നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പരിയാരം കുടുംബാരോഗ്യത്തിന് ദേശീയ അംഗീകാരത്തിന്റെ തിളക്കം. പെൻഷൻ പരിഷ്കരണം ത്വരിതപ്പെടുത്തണമെന്നും മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക എത്രയും പെട്ടെന്ന് അനുവദിക്കണമെന്നും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ. കിൻഫ്രയ്ക്കായി 30 ഏക്കർ നെൽവയൽ തരം മാറ്റുവാൻ രണ്ടാം പിണറായി സർക്കാർ അനുമതി നൽകിയതിലും ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ വീഴ്ചയ്ക്കെതിരെയും കേരള ലോകായുക്ത നോട്ടീസ്. മൂന്നാഴ്ച കൊണ്ട് 11,000 രൂപ ഇടിഞ്ഞ സ്വർണവിലയിൽ മുന്നേറ്റം. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ 7.5 പൊന്നാനയിലെ സ്വർണത്തിന്റെ ഗുണനിലവാരവും മാറ്റും പരിശോധിക്കുവാൻ ഹൈക്കോടതി നിർദ്ദേശം. കീം ഫലം വന്നു. എഞ്ചിനീയറിംഗിൽ അങ്കമാലി സ്വദേശി റോഷൻ രാജുവിന് 1ാം റാങ്ക്. ജൂലൈ 8-ന് ആദ്യ അലോട്ട്മെന്റ്. വാർത്തകൾ വിശദമായി. പരിയാരം കുടുംബാരോഗ്യത്തിന് ദേശീയ അംഗീകാരത്തിന്റെ തിളക്കം. 96.48% സ്കോറോടെ NQAS അംഗീകാരം. NQAS അംഗീകാരങ്ങൾക്ക് 3 വർഷത്തെ കാലാവധിയാണുള്ളത്. 3 വർഷത്തിന് ശേഷം ദേശീയ സംഘത്തിന്റെ പുനഃപരിശോധന നടക്കും. കൂടാതെ വർഷാവർഷം സംസ്ഥാനതല പരിശോധനയും ഉണ്ടാകും. NQAS അംഗീകാരം ലഭിക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്കും നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾക്കും 2 ലക്ഷം രൂപ വീതവും ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾക്ക് ഒരു പാക്കേജിന് 18,000 രൂപ വീതവും മറ്റ് ആശുപത്രികൾക്ക് ഒരു കിടക്കയ്ക്ക് 10,000 രൂപയും വാർഷിക ഇൻസെന്റീവ് ലഭിക്കും. തൃശൂർ ജില്ലയിൽ പരിയാരം കുടുംബാരോഗ്യ കേന്ദ്രം ഉൾപ്പെടെ 3 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചു. പെൻഷൻ പരിഷ്കരണം ത്വരിതപ്പെടുത്തണമെന്നും മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക എത്രയും പെട്ടെന്ന് അനുവദിക്കണമെന്നും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പോട്ട VR പുരം യൂണിറ്റിന്റെ ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു. ചാലക്കുടി ബ്ലോക്ക് പെൻഷൻ ഭവനിൽ നടന്ന ജനറൽ ബോഡി യോഗം ജില്ലാ വൈസ് പ്രസിഡന്റ് MA നാരായണൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് P സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് MP ജോർജ്, നവാഗതരായ NS രശ്മി, TR ഷീന എന്നിവരെ സ്വീകരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം PV രാധാമണി, ബ്ലോക്ക് സെക്രട്ടറി PA സുബ്രഹ്മണ്യൻ, യൂണിറ്റ് സെക്രട്ടറി PK രവീന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറിമാരായ TR സൈരന്ദ്ര ടീച്ചർ, EK മുരളി, വൈസ് പ്രസിഡന്റ് VM ഭവാനി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് നാരായണ മാസ്റ്ററെ ചടങ്ങിൽ ആദരിച്ചു. കാർത്തിയാനി കണ്ഠൻ, KK ശാന്ത എന്നിവരുടെ ഗാനാലാപനം ജനറൽ ബോഡി യോഗത്തിന്റെ മാറ്റുകൂട്ടി. വെറ്റിലപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ദിനാചരണം അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ SI GT ജോഷി ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ചാലക്കുടി എക്സൈസ് ഓഫീസർ PP പ്രണേഷ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സരിത ഉണ്ണികൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ജോയ്, വെറ്റിലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലിനോ തോമസ്, പ്രിൻസിപ്പൽ PS ശ്രീജിത്ത്, ലഹരി വിരുദ്ധ ക്ലബ് കോർഡിനേറ്റർ IR ലിജി, HM ഇൻചാർജ് മേഘ K മോഹൻ എന്നിവർ പ്രസംഗിച്ചു. മദ്യം, പുകയില, പാൻ മസാല. ചാലക്കുടി നഗരസഭ നന്മ ലഹരിയുടെ ഭാഗമായിട്ട് 1.5 വർഷക്കാലമായി ദൈനംദിനം എന്നോണം ചാലക്കുടി എക്സൈസ് വകുപ്പുമായി സഹകരിച്ച് നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാട്ടിൽ ചെയ്തു വരുന്നത്. അതിൽ മുഖ്യ പങ്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരോഗ്യ സ്ഥാപനങ്ങൾ എന്നുവേണ്ട
എല്ലാവരും ഒന്ന് കൈയടിക്കട്ട. വളരെ ചെറിയ പോസ്റ്റിലേക്കാണ് ഗോൾ അടിച്ചാണ്. വെറ്റ്ലപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ദിനാചരണം അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ SI GT ജോഷി ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ചാലക്കുടി എക്സൈസ് ഓഫീസർ PP പ്രണേഷ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സരിത ഉണ്ണികൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ജോയ്, വെറ്റിലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലിനോ തോമസ്, പ്രിൻസിപ്പൽ PS ശ്രീജിത്ത്, ലഹരി വിരുദ്ധ ക്ലബ് കോർഡിനേറ്റർ IR ലിജി, HM ഇൻചാർജ് മേഘ K മോഹൻ എന്നിവർ പ്രസംഗിച്ചു. സാമ്പത്തികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അതുപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും കിൻഫ്രയ്ക്കായി 30 ഏക്കർ നെൽവയൽ തരം മാറ്റുവാൻ രണ്ടാം പിണറായി സർക്കാർ അനുമതി നൽകിയതിലും ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ വീഴ്ചയ്ക്കെതിരെയും കേരള ലോകായുക്ത നോട്ടീസ്. വേലുപാടം സ്വദേശിയും പൊതുപ്രവർത്തകനുമായ TN മുകുന്ദൻ നൽകിയ പരാതി രേഖകൾ പരിശോധിച്ചും പ്രാഥമിക വാദം കേട്ടുമാണ് സർക്കാരിനും കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, തൃശൂർ ജില്ലാ കളക്ടർ, കിൻഫ്ര മാനേജിംഗ് ഡയറക്ടർ, തൃശൂർ ജില്ലാ റവന്യൂ ഡിവിഷണൽ ഓഫീസർ എന്നിവർക്ക് നോട്ടീസ് അയച്ചത്. ലോകായുക്ത ജസ്റ്റിസ് ഷെർസി V ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് നോട്ടീസ് അയക്കാൻ ഉത്തരവിട്ടത്. പുഴയ്ക്കൽ പാടത്ത് നിയമം ലംഘിച്ച് വയൽ നികത്തിയതിനെതിരെ ജില്ലാ കളക്ടറുടെ നടപടിയിലിരിക്കുന്ന ഭൂമി ഉൾപ്പെടെ 30 ഏക്കർ നെൽവയൽ നികത്തുന്നതിനായി 6 വർഷം മുമ്പ് കിൻഫ്ര അപേക്ഷ സമർപ്പിച്ചിരുന്നു. പരിസ്ഥിതി നെൽ കർഷക വിദഗ്ധർ ഉൾപ്പെട്ട സംസ്ഥാനതല വിദഗ്ധ സമിതി അപേക്ഷ പരിശോധിച്ച് നെൽവയൽ നികത്തുന്നത് ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നും നീരൊഴുക്ക് തടസ്സപ്പെടുത്തുമെന്നും സമീപത്തെ നെൽകൃഷിയെ ബാധിക്കുമെന്നും ചെയ്യുന്നതിനാൽ അപേക്ഷ പരിഗണിക്കേണ്ടതില്ലെന്ന് സർക്കാരിലേക്ക് റിപ്പോർട്ട് അയച്ചു. പിന്നീട് കിൻഫ്രയുടെ അപേക്ഷ വ്യവസ്ഥകൾ മറികടന്ന് സർക്കാർ പരിഗണിക്കുകയും വസ്തുത പരിശോധനകളോ തുടർ പഠനങ്ങളോ നടത്താതെ 30 ഏക്കർ നെൽവയൽ തരം മാറ്റുന്നതിന് 2024 ഓഗസ്റ്റ് മാസത്തിൽ സർക്കാർ അനുമതി പുറപ്പെടുവിച്ചു. മുൻകാലങ്ങളിലെ പരിവർത്തനങ്ങളും നിർമ്മാണങ്ങളും നടന്നതിനാൽ സാധാരണയിൽ കവിഞ്ഞ് വെള്ളക്കെട്ട് ഉണ്ടാകുന്ന സ്ഥലത്ത് പദ്ധതി പ്രായോഗികമല്ലെന്ന സംസ്ഥാന സമിതിയുടെ റിപ്പോർട്ട് മറികടന്നുള്ള സർക്കാർ അനുമതി നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി മുകുന്ദൻ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ ജില്ലാ കളക്ടർ, കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നിവർക്ക് പരാതി നൽകി. 2 വർഷമായിട്ടും നടപടി ഉണ്ടാകാതിരുന്നതിനെ തുടർന്നാണ് ലോകായുക്തയെ സമീപിച്ചത്. 3 ആഴ്ച കൊണ്ട് 11,000 രൂപ ഇടിഞ്ഞ സ്വർണ്ണവിലയിൽ മുന്നേറ്റം. പവന് ഒറ്റയടിക്ക് 880 രൂപയാണ് വർദ്ധിച്ചത്. 1,05,560 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 110 രൂപയാണ് കൂടിയത്. 13,195 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില. വെള്ളിയാഴ്ച 2 തവണയായി പവന് 1,040 രൂപയാണ് വർദ്ധിച്ചത്. US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് വർദ്ധിപ്പിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളും ആഗോള വിപണിയിൽ എണ്ണവില കുറയുന്നതും അടക്കമുള്ള വിഷയങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കൂട്ടും എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കൂട്ടിയാൽ സ്വർണത്തിന്റെ ആകർഷണം കുറയും എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതാണ് പ്രധാനമായി കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണ്ണവില കുറയാൻ ഇടയാക്കിയത്. എന്നാൽ അമേരിക്ക ഇറാൻ സമാധാന കരാറിനെ തുടർന്ന് എണ്ണവില ഗണ്യമായി കുറഞ്ഞതും സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നുണ്ട്. നിലവിൽ ഇന്ത്യ മുഖ്യമായി ആശ്രയിക്കുന്ന ബ്രന്റ് ക്രൂഡിന്റെ വില ബാരലിന് $71 അടുക്കുകയാണ്. 3 ആഴ്ച കൊണ്ട് പവന് 11,000 രൂപ കുറഞ്ഞ ശേഷം വ്യാഴാഴ്ച വൈകിട്ട് മുതലാണ് വില വർദ്ധിക്കാൻ തുടങ്ങിയത്. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 1,14,560 രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23 പവൻ വില ആദ്യമായി 1,00,000 കടന്നത്. ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് അടിച്ചിൽ തൊട്ടി ഉന്നതിയിൽ മെഡിക്കൽ ക്യാമ്പ്, ബോധവൽക്കരണം, കൗൺസിലിംഗ് എന്നിവ സംഘടിപ്പിച്ചു. ജില്ലാ മാനസികാരോഗ്യ പരിപാടി നോഡൽ ഓഫീസർ ഡോക്ടർ പീറ്റർ ജോസഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ MM മനോജ്, കൗൺസിലർ ലിറ്റി പീറ്റർ, നഴ്സിംഗ് ഓഫീസർ അഞ്ജന വിഷ്ണു എന്നിവർ നേതൃത്വം നൽകി.
കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കണമെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഞാനും എന്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും. ജീവിതമാണ് ലഹരി എന്ന ആശയം കോട്ടയം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ 7.5 പൊന്നാനയിലെ സ്വർണത്തിന്റെ നിലവാരവും മാറ്റും പരിശോധിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജിലൻസ് വിഭാഗത്തിന് ഹൈക്കോടതി നിർദ്ദേശം. സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കവേ ജസ്റ്റിസ് രാജവിജയരാഘവൻ വി, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ദേവസ്വം ബോർഡ് ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർക്ക് അന്വേഷണം നടത്തി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയത്. 7.5 പൊന്നാനയുടെ സ്വർണ്ണപ്പാളികൾ അടുത്തിടെ അറ്റകുറ്റപ്പണികൾക്കും നവീകരണത്തിനും വിധേയമാക്കിയിരുന്നു എന്ന് കാണിച്ച് AG പ്രസാദ് കുമാർ എന്ന ഭക്തൻ ദേവസ്വം ബോർഡിന് പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് കോടതി ഇടപെടൽ. അറ്റകുറ്റപ്പണികൾക്കിടയിലും നവീകരണത്തിനിടയിലും യഥാർത്ഥ സ്വർണ്ണപ്പാളികൾ മാറ്റി പകരം ചെമ്പോ മറ്റ് വില കുറഞ്ഞ ലോഹങ്ങളോ ചേർത്തു എന്നാണ് ഇദ്ദേഹം ആരോപിച്ചത്. ഇതേ തുടർന്ന് ഹൈക്കോടതി സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്യുകയും ദേവസ്വം ബോർഡിനോട് റിപ്പോർട്ട് തേടുകയുമായിരുന്നു. ഉത്സവത്തോടനുബന്ധിച്ചുള്ള എഴുന്നള്ളിപ്പിന് മാത്രം പുറത്തെടുക്കുന്ന 7 വലിയ ആനകളും ഒരു ചെറിയ ആനയും ഉൾപ്പെടുന്ന 8 സ്വർണ്ണ ആന വിഗ്രഹങ്ങളാണ് 7.5 പൊന്നാന. കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണറും നൽകിയ റിപ്പോർട്ടുകൾ ദേവസ്വം ബോർഡ് ഉൾപ്പെടുത്തിയിരുന്നു. പ്രസക്തമായ എല്ലാ രജിസ്റ്ററുകളും പരിശോധിച്ച് ക്രോസ് വെരിഫിക്കേഷൻ നടത്തിയതായും 7.5 പൊന്നാനയിൽ യാതൊരുവിധ അറ്റകുറ്റപ്പണികളും ക്രമക്കേടുകളും നടന്നതായോ ഉള്ള രേഖകളൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നുമാണ് ഈ റിപ്പോർട്ടുകളിൽ പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെയും അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണറുടെയും കണ്ടെത്തലുകളെ അവിശ്വസിക്കേണ്ടതില്ലെന്നും ദേവസ്വം ബോർഡ് വിജിലൻസ് വിഭാഗത്തിന്റെ സ്വതന്ത്രമായ പരിശോധന ആവശ്യമാണെന്ന് കോടതി നിരീക്ഷിച്ചു. ക്ഷേത്രത്തിലെ രജിസ്റ്ററുകളും 7.5 പൊന്നാനയും പരിശോധിച്ച് ആരോപണങ്ങളിന്മേലുള്ള കണ്ടെത്തലുകൾ ഉൾക്കൊള്ളുന്ന റിപ്പോർട്ട് സമർപ്പിക്കാൻ ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർക്ക് കോടതി നിർദ്ദേശം നൽകി. ആഗോള വിപണിയിൽ എണ്ണവില ഗണ്യമായി കുറഞ്ഞു. അമേരിക്ക ഇറാൻ സമാധാന കരാറിനെ തുടർന്ന് ഹോർമോസ് കടൽ ഇടുക്കിലൂടെയുള്ള എണ്ണ നീക്കം സാധാരണ നിലയിലാകുമെന്ന പ്രതീക്ഷയിലാണ് എണ്ണവില കുറയാൻ കാരണമെന്നാണ് വിപണി വിദഗ്ധർ. ഇന്ത്യ മുഖ്യമായി ആശ്രയിക്കുന്ന ബ്രന്റ് ക്രൂഡിന്റെ വിലയിൽ 5% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ബാരലിന് $72 താഴെ എത്തി നിൽക്കുന്ന ബ്രന്റ് ക്രൂഡിന്റെ വില $71.99 എന്ന നിലയിലേക്കാണ് വില താഴ്ന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം മൂർച്ഛിച്ച ഘട്ടത്തിൽ ബാരലിന് $120 വരെ എണ്ണവില ഉയർന്നിരുന്നു. നിലവിൽ പശ്ചിമേഷ്യൻ സംഘർഷം തുടങ്ങുന്നതിന് മുമ്പ് ഫെബ്രുവരിയിലെ നിരക്കിലേക്കാണ് എണ്ണവില എത്തിയിരിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിൽ വിവിധ ഘട്ടങ്ങളിലായി പെട്രോൾ, ഡീസൽ വില ലിറ്ററിന് $7.50 വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ ആഗോള വിപണിയിൽ വില കുറഞ്ഞിട്ടും ഇന്ത്യയിൽ ഇന്ധനവില കുറയ്ക്കാൻ എണ്ണ വിതരണ കമ്പനികൾ തയ്യാറാവാത്തതിൽ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. അതേസമയം പെട്രോൾ വിൽപ്പനയിലൂടെ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് മികച്ച ലാഭം ലഭിക്കുന്നുണ്ടെങ്കിലും ഡീസൽ വിൽപ്പന ഇപ്പോഴും നേരിയ നഷ്ടത്തിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് അധികൃതർ പറയുന്നു. ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വില ഉയർന്നപ്പോഴും ഏകദേശം 2.5 മാസത്തോളം ഈ കമ്പനികൾ ചില്ലറ വില വർദ്ധിപ്പിക്കാതെ പിടിച്ചു നിന്നിരുന്നു. പിന്നീട് ഭാഗികമായ ഒരു വർധന മാത്രമാണ് വരുത്തിയതെന്നും അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നു. അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ വിപണിയിലെ പ്രതിദിന മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ഇന്ധനവില നിശ്ചയിക്കുന്നതെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. മറിച്ച് തൊട്ടു മുമ്പുള്ള 2 ആഴ്ചത്തെ അല്ലെങ്കിൽ 1 മാസത്തെ ശരാശരി എണ്ണവിലയെ അടിസ്ഥാനമാക്കിയാണ് വിലയിരുത്തുന്നത്. അതിനാൽ അന്താരാഷ്ട്ര വിപണിയിലെ കുറഞ്ഞ നിരക്ക് അതേപടി തുടരുകയാണെങ്കിൽ പോലും ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ ഈ ഇടിവിന്റെ പ്രയോജനം ജനങ്ങൾക്ക് ലഭിക്കാൻ സമയമെടുക്കുമെന്നും അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നു. കീം ഫലം വന്നു. എഞ്ചിനീയറിംഗിൽ അങ്കമാലി സ്വദേശി റോഷൻ രാജുവിന് 1ാം റാങ്ക്. ജൂലൈ 8 ആദ്യ അലോട്ട്മെന്റ്. കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് സംസ്ഥാന കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ അങ്കമാലി അയ്യമ്പുഴ സ്വദേശിയായ റോഷൻ രാജു 1ാം റാങ്ക് കരസ്ഥമാക്കി. JEE പരീക്ഷയിലും റോഷനാണ് 1ാം റാങ്ക്. 79,717 വിദ്യാർത്ഥികൾ എഞ്ചിനീയറിംഗ് പ്രവേശന യോഗ്യത നേടി. CBSE ഫലപ്രഖ്യാപനത്തിലെ അനിശ്ചിതത്വം കാരണമാണ് കീം ഫലപ്രഖ്യാപനം വൈകിയത്. ജൂലൈ 8 ആദ്യ അലോട്ട്മെന്റ് നടക്കും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജിയം ജോൺ റോഷന്റെ അമലാപുരത്തുള്ള വീട്ടിലെത്തി അഭിനന്ദനങ്ങൾ അറിയിച്ചു. സ്വന്തം മണ്ഡലത്തിലെ തന്നെ വിദ്യാർത്ഥി 1ാം റാങ്ക് നേടിയതിൽ സന്തോഷമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു.
ഞാനൊരു 3-4 പ്രാവശ്യം ഇതിനോടകം അഭിനന്ദിച്ചതാണ്, മറ്റേ JEE റിസൾട്ട് വന്നതിന് ശേഷം അല്ലേ. 3-4 വേദികളിൽ വെച്ച് വളരെയധികം സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് ഇവിടെ നിൽക്കുന്നത്. കീം ഫലപ്രഖ്യാപനം വന്നു. അതിൽ റാങ്ക് സംസ്ഥാനത്ത് പ്രസ്താവിക്കുന്നത് അങ്കമാലി അയ്യമ്പുഴ സ്വദേശി റോഷൻ രാജുവാണ്. റോഷൻ രാജുവിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. അദ്ദേഹം ഇതിനു മുമ്പ് JEE എക്സാമിനേഷനിൽ സംസ്ഥാനത്ത് 1ാം റാങ്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥിയാണ്. അന്ന് 1ാം റാങ്ക് കരസ്ഥമാക്കി ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് റിസൾട്ട് വന്നത്. സ്വാഭാവികമായും എൻ്റെ മണ്ഡലത്തിലുള്ള ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ, ഒരു കുടുംബം എന്ന നിലയിൽ അദ്ദേഹത്തെ അന്ന് അനുമോദിക്കാനായിട്ടുള്ള അവസരം ലഭിച്ചിരുന്നു. അതിനുശേഷം പല വേദികളിലും റോഷൻ രാജുവിനെ അഭിനന്ദിക്കാനായിട്ട് കഴിഞ്ഞിരുന്നു. എന്തായാലും ഇപ്പോൾ കീമിലും അദ്ദേഹം 1ാം റാങ്ക് കരസ്ഥമാക്കിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികൾക്കൊക്കെ ഒരു മാതൃകയാവുന്ന ആവേശകരമായിട്ടുള്ള ഒരു വിജയമാണ്, ഒരു റിസൾട്ടാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അഭിമാനകരമായിട്ടുള്ള ഈ നേട്ടം കൈവരിച്ച പ്രിയപ്പെട്ട റോഷൻ രാജുവിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും നിങ്ങൾ നിൽക്ക് 11 പിന്നെ അടുത്ത നിന്റെ ടേണാണ് ആണല്ലേ. എവിടെ ഏതിലായിരുന്നു? ഏത് ഡിപ്പാർട്ട്മെന്റ്? കെമിസ്ട്രിയിലായിരുന്നു. ഞാൻ എക്കണോമിക്സ് ആയിരുന്നു. സംസ്ഥാനത്ത് ഞായറാഴ്ച മുതൽ കാലവർഷം ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഞായറാഴ്ച എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഞായറാഴ്ച വടക്കൻ ജില്ലകളിലാണ് അതിശക്തമായ മഴ പ്രവചിക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും തിങ്കളാഴ്ച യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദേശീയപാതയിൽ അങ്കമാലി ടെൽക്കിന് സമീപത്തുള്ള ഓവർബ്രിഡ്ജിന് സമീപം റോഡ് കുറുകെ കടക്കുന്നതിനിടെ ബൈക്കിടിച്ച് അങ്കമാലി LF ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. അങ്കമാലി ചക്കാട്ടി 47 വയസ്സുള്ള മാർട്ടിൻ ആണ് മരിച്ചത്. കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ട് 7-നാണ് അപകടം നടന്നത്. തുടർന്ന് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പരിയാരം കുടുംബാരോഗ്യത്തിന് ദേശീയ അംഗീകാരത്തിന്റെ തിളക്കം. പെൻഷൻ പരിഷ്കരണം ത്വരിതപ്പെടുത്തണമെന്നും മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക എത്രയും പെട്ടെന്ന് അനുവദിക്കണമെന്നും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ. കിൻഫ്രയ്ക്കായി 30 ഏക്കർ നെൽവയൽ തരം മാറ്റുവാൻ 2ാം പിണറായി സർക്കാർ അനുമതി നൽകിയതിലും ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ വീഴ്ചയ്ക്കെതിരെയും കേരള ലോകായുക്ത നോട്ടീസ്. 3 ആഴ്ച കൊണ്ട് 11,000 രൂപ ഇടിഞ്ഞ സ്വർണ്ണവിലയിൽ മുന്നേറ്റം. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ 7.5 പൊന്നാനയിലെ സ്വർണത്തിന്റെ ഗുണനിലവാരവും മാറ്റും പരിശോധിക്കുവാൻ ഹൈക്കോടതി നിർദ്ദേശം. കീം ഫലം വന്നു. എഞ്ചിനീയറിംഗിൽ അങ്കമാലി സ്വദേശി റോഷൻ രാജുവിന് 1ാം റാങ്ക്. ജൂലൈ 8-ന് ആദ്യ അലോട്ട്മെന്റ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.